നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പറഞ്ഞിരുന്നു. ആ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മറ്റൊന്നുമല്ല, മെഡിക്കൽ കോളേജിൽ ഫ്രഷ് ജ്യൂസിനായി പോയ കൂട്ടിരിപ്പുകാരി വാങ്ങി കഴിക്കാൻ പോലും കുടിക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ജ്യൂസ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള എന്തോ ഒരു വസ്തു കപ്പിലടച്ച് കൊടുക്കപ്പെട്ട അവസ്ഥ അവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ഉണ്ടായി. ലൈക്കിന് വേണ്ടിയോ ഷെയറിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം ഇത് ചെയ്യുക എന്ന് പലരും പല സൈബർ ഇടങ്ങളിൽ നിന്നുമുള്ള അറ്റാക്ക് അവർക്കുണ്ടെങ്കിലും അവർ കൃത്യമായി തന്നെ ഇത് കാണിക്കുന്നുണ്ട്. ഇത് പപ്പായ ജ്യൂസ് ആണെന്നാണ് അവർ പറയുന്നത്. ഇത് പപ്പായയുടെ ഒരു അംശം പോലും ഇതിനകത്തില്ല. ഇതെന്തോ തനിക്ക് തോന്നുന്നത് കുട്ടികളുടെ സ്നഗ്ഗിക്കകത്തൊരു തരം ജെല്ലി ഇരിക്കില്ലേ, ആ ജെല്ലി പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പപ്പായ ജ്യൂസ് കഴിക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പേരക്കയുടെ ജ്യൂസും കൂടെ വാങ്ങിക്കുന്നുണ്ട് അവർ വളരെ വേദനയോട് കൂടിയാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഗതികെട്ട ഒരു മനുഷ്യരായിരിക്കും മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്നത്. ആ മനുഷ്യന്റെ ഗതികേടിനേക്കാൾ അങ്ങേ അറ്റമാണ് അവന് കൂട്ടിരിക്കാൻ വരുന്ന ആ മനുഷ്യന്റെ അവസ്ഥ. അവിടെയോടി ഇവിടെയോടി നട്ടം തിരിഞ്ഞായിരിക്കും, ഇല്ലാത്ത പൈസയ്ക്കായിരിക്കും ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതുന്നത്. താൻ മാത്രമല്ല, അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്കിന്റെ അവസ്ഥ മാത്രമല്ല, രോഗിക്ക് വേണ്ടി ഒരു പക്ഷെ ജ്യൂസ് മാത്രം കുടിക്കാൻ പറ്റുന്ന നിരവധി ആളുകൾ പല ശസ്ത്രക്രിയയും കഴിഞ്ഞ് കിടക്കുന്നുണ്ടാകാം. അവരൊക്കെ തന്നെ ഈ ജ്യൂസ്, പപ്പായ ജ്യൂസൊക്കെ തന്നെ ആയിരിക്കാം കൊടുക്കുക. ആ പപ്പായ ജ്യൂസിന്റെ അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവതി സമൂഹ മാധ്യമങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞത്. യുവതി പറയുമ്പോഴൊക്കെ തന്നെ, അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ കടക്കാരൻ പറയുന്നുണ്ട്, കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് പൈസ തരാമെന്നല്ലേ പറയുന്നത്, ഇത് ഇവിടുത്തെ ഡോക്ടർമാരടക്കം കുടിച്ചിട്ട് പോകുന്നതാണ്, എന്നിട്ട് അവർക്കാർക്കും പ്രശ്നമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർമാർ കുടിക്കുന്നുണ്ടാകാം, അവരൊന്നും മിണ്ടാതെ കുടിക്കുന്നുണ്ടാകാം, പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ എന്നവർ പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയുക തന്നെ ചെയ്യുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. എന്തായാലും ഈ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് അടക്കമുള്ളവർക്ക് രൂക്ഷമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. പലരെയും താങ്ങി നടക്കുന്ന മുഖ്യമന്ത്രി വീഴുമ്പോൾ മുഖ്യനെ താങ്ങി നടക്കുന്ന വീണ ജോർജ് വല്ലപ്പോഴുമെങ്കിലും സിസ്റ്റത്തെക്കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കുക. കൃത്യമായ ചികിത്സ മാത്രമല്ല, രോഗിക്ക് കൃത്യമായ ഭക്ഷണം ഈ ക്യാൻറ്റീനിൽ അടക്കമുള്ളവ കിട്ടുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുക. അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ ശമ്പളം നൽകി നിരവധി ആളുകളെ വെച്ചിട്ടുണ്ടല്ലോ, അവർ കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നടക്കമുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ ക്യാൻറ്റീനിലൊന്നും, മെഡിക്കൽ കോളേജിലെ ക്യാൻറ്റീനൊന്നും തന്നെ ഈ ഫുഡ് ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. മറ്റ് ഹോട്ടലുകളിൽ മാത്രമേ പരിശോധന നടത്തുകയുള്ളൂ എന്നൊരു ചോദ്യവുമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഇത് കാണുമായിരുന്നില്ല, ഇത് കണ്ടുപിടിക്കുമായിരുന്നില്ല എന്നൊരു ചോദ്യവും ഉയരുകയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലാണ്. ആ ദൃശ്യങ്ങളും യുവതിയുടെ പ്രതികരണവും ഒന്ന് കേൾക്കാം. ഇത് ക്യാൻറ്റീനിൽ മെഡിക്കൽ കോളേജിൽ ഇത്രയും എനിക്ക് പറയണം നോക്ക്, മെഡിക്കൽ കോളേജ് ക്യാൻറ്റീനിന്റെ അകത്ത് വാങ്ങിച്ചത് ജ്യൂസ് അല്ല, മനുഷ്യനെ കൊണ്ട് എന്തോ ഒരു സാധനമാണ്. നോക്ക്, ഡോക്ടർമാർ വിളിച്ചതൊന്നും എനിക്ക് അറിയില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഡോക്ടർമാർ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നിയതാ ഇത് എന്തായാലും പപ്പങ്ങ ജ്യൂസ് അല്ല. ചേട്ടൻ ഇതിന് കൊണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കൂട്ടിനിരിക്കുന്ന ആൾക്കാർ അവർ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയല്ലോ. ഇതാണ് ഇവിടെ അഴിമതി നടക്കുന്നത്. ഇവിടെ നോക്ക്, ഇത് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് ഇവർ തന്ന ജ്യൂസാണിത്. 10 വയസ്സ് ആയ കൊച്ചിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. നോക്ക്, നിങ്ങൾ പറ, ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമല്ല, പൈസ ഇങ്ങനെ തന്നാൽ മതി, പൈസ എന്താ. പക്ഷെ ഇത് ഞങ്ങൾ വെറുതെ ഇരിക്കാനില്ല, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യാനടുത്ത് കംപ്ലൈന്റ് തന്നെ ചെയ്യും. പപ്പങ്ങ ജ്യൂസ് എന്നും പറഞ്ഞ് അവര് ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് തന്നതാണ്. ഇതൊരു ജെല്ലി പോലെ എന്തുവാണ് സംഭവം. അവര് ഫ്ലേവറും കൊടുത്ത് കുറച്ച് കളറും ചേർത്തിട്ട് പപ്പങ്ങയെന്നും പറഞ്ഞ് തന്നതാണ്. പക്ഷെ ഇത് എന്തോ ഈ കുട്ടികളുടെ സ്നഗ്ഗിക്കകത്തിരിക്കുന്ന ആ ഒരു ജെല്ലി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാണ് ഇങ്ങനെ തെളിത്തനം കാണിക്കുന്നത്? എത്രയോ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ കിടക്കുന്നത്. ചിലവർക്ക് പിന്നെ ഒരു ഫുഡും കഴിക്കാൻ പറ്റാതെ ചിലപ്പോൾ ജ്യൂസ് ആയിരിക്കും അവർ ആശ്രയിച്ച് പെട്ടെന്ന് പോണത്. പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തോണ്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് ക്യാൻറ്റീനിൽ പോകണം. മൾട്ടി സ്പെഷ്യാലിറ്റി അവിടെ ഇരിക്കുന്ന ക്യാൻറ്റീനിന്റെ അടുത്താണ് ഈ സംഭവം നടന്നത്. അവിടെ പോയി ചോദിച്ചിട്ട് അവരെ പ്രതികരണം കാണുന്നവരുന്നത് അവരൊന്നും ചെയ്തിട്ടില്ലാത്ത പോലെ. ഇതിന്റെ പേരൊക്കെയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്. പൈനാപ്പിൾ ഉണ്ടോന്ന് എനിക്കറിയാം, തണ്ണിമത്തനുണ്ടായിരുന്നു. അപ്പൊ ഈ തണ്ണിമത്തനും ഇതേപോലെ നല്ല കട്ടിക്ക് എന്തൊക്കെ കണ്ട മാവ് ഉരുട്ടി കുഴച്ച് വെക്കുമ്പോഴുണ്ട്. അവരെന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കണം? പാവങ്ങളാ, അവരുണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അത്യാഗ്രഹം കാണിച്ചിരിക്കുന്നത്? അന്തസ്സോടെ ഒരു കഷ്ണം പപ്പങ്ങയോ ഒരു കഷ്ണം പൈനാപ്പിൾ ഇട്ട് കുറച്ച് വെള്ളവും വീതി പഞ്ചസാര ഇട്ട് കലയ്ക്കൊരു ഗ്ലാസ്സിൽ വീതി വെച്ചിട്ട് 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് അവന്മാർ വിൽക്കട്ടെ. അതിനൊരു അന്തസ്സുണ്ട്. ഇതെന്തോ നിറകിട്ട വേല തന്നെ കാണിച്ചത്. നമ്മൾ എവിടെ പരാതി പറയാം, ആർട്ട് പരാതി പറയാം, ഈ എവിടെ പരാതി പറഞ്ഞ് എന്നിട്ട് എല്ലാം അവരുടെ കയ്യിലാണല്ലോ. അത്രയും വിഷമമുണ്ട്. ഇപ്പൊ ഞാൻ പറ്റിക്കപ്പെട്ടതിലല്ല എനിക്ക് വിഷമം. ഇത് എത്രയോ രോഗികൾ കഴിച്ചു. ഇതെന്തോന്ന് ഇത് ചോദിച്ചു തരുമ്പോ പറയണം, നിനക്ക് കാണിച്ചു തന്നെ. ഇതിന് നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല.